भाई राइस कौन सा वाला? राइस कम नहीं है, हम नहीं देखो और उसमें बोलते हैं जो नहीं आ चाहिए। ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ ഒരു കേസരി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ കേസരി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തതെന്ന് നോക്കാം. ഞാൻ സേമിയത്തിലാണ് ഈ കേസരി തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. തണുത്ത വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ഞാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ചൂടുള്ള വെള്ളം തന്നെ ചേർത്തിട്ടുള്ളത്. ഇനി പാലിൽ തന്നെ തയ്യാറാക്കിയെടുക്കണം. അങ്ങനെ തയ്യാറാക്കിയ ഞാനിത് കുറച്ച് പാലും കുറച്ച് വെള്ളവും അതേപോലെ ഫ്രഷ് മിൽക്കും ടിന്ന് പാലും കൂടി ചേർത്തിട്ടാണ് ഇന്നത്തെ ഈ കേസരി ഇവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിതിൽ 2 ടിന്ന് പാലും അതേപോലെ ഒരു ഗ്ലാസ് പാല് വെള്ളം ചേർത്തു. അതിൽ ഇനി പഞ്ചസാര, ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇത് തിളപ്പിച്ചെടുത്തിൽ ഏലക്കായും അതേപോലെ ഇനി ഫ്ലേവറിന് വേണമെങ്കിൽ കുറച്ച് വാനില എസൻസ് കൂടി ചേർക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പാലും വെള്ളവും നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഞാനൊരു 6 പീസ് ഏലക്ക കൂടി ചതച്ച് ചേർത്തിട്ടുണ്ട്. പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള സേമിയം ഇതിൽ ചേർത്തിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. വേവിച്ച് നന്നാക്കി കുറുക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു ട്രേയിലേക്ക് മാറ്റിയാലാണ് നമ്മുടെ കേസരി റെഡിയാവുക. അപ്പോൾ ഞാനിതിൽ സേമിയം ചേർത്തിട്ടുണ്ട്. സേമിയം ചേർത്ത് നന്നാക്കി ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവ് കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറഞ്ഞിട്ടില്ല. അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു ട്രേ വേണം. ഞാനൊരു സ്ക്വയറായിട്ടുള്ളൊരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ആ ട്രേയിലേക്ക് കുറച്ച് ഗീ ചേർത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഞാനിതിൽ കുറച്ച് എള്ളും കരിഞ്ചീരും കൂടി മിക്സ് ചെയ്ത് അതിൽ എല്ലാ ഭാഗത്തും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ചേർത്തുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കിസ്മിസും അതേപോലെ അണ്ടിപ്പരിപ്പെല്ലാം ചേർക്കാവുന്നതാണ്. ഞാനത് ചേർക്കാതെ കുറച്ച് എള്ളും കരിഞ്ചീരവും മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാവും. അതിനു വേണ്ടിയാണ് അങ്ങനെ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് റവ കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ റവ ചേർത്തുകയാണെങ്കിൽ നമ്മുടെ സേമിയം ആയതുകൊണ്ട് ഒന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് റവ ചേർത്തിട്ടുള്ളത്. ഇനി റവയിൽ തന്നെ കേസരി തയ്യാറാക്കിയെടുക്കാം. ഇത് സേമിയവും കുറച്ച് റവയും ചേർത്തിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു കേസരിയാണ്. അതിനുശേഷം കുറച്ച് ഗീ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സേമിയം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ ട്രേയിലേക്ക് ഞാൻ മാറ്റുമ്പോൾ ഇത് ഞാൻ വെള്ള കളറിലാണ് തയ്യാറാക്കിയെടുത്തുള്ളത്. അപ്പോൾ അതിലേക്ക് ആദ്യം കുറച്ച് വെള്ളം ആ ട്രേയിൽ ഒഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കുറച്ച് ഈ ചെമ്പിൽ തന്നെ വെച്ചതിന് ശേഷം ഇതിൽ കുറച്ച് ഫുഡ് കളർ യെല്ലോ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം രണ്ടാമത്തെ ലെയർ തയ്യാറാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ലെയറും കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കണം. അതും ഇതേപോലെ തന്നെ ഒന്നടുപ്പത്ത് വെച്ച് കുറച്ച് റെഡ് കളർ കൂടി ചേർത്തിട്ട് അതും അതേപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ ചെയ്ത് അപ്പോൾ 3 ലെയറായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ കേസരി. അപ്പോൾ റെഡ് കളറും ഒന്ന് തിളപ്പിച്ചെടുക്കണം. കളർ ഇടുമ്പോൾ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ തിളപ്പിച്ചതിന് ശേഷമാണ് ഞാനതിലേക്ക് ചേർത്തിട്ട് 3 ലെയറാക്കിയിട്ട് ഈ കേസരി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒന്ന് ചൂട് തണയണം. അതിന് ശേഷമാണ് നമുക്കിത് മുറിച്ച് റെഡിയാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കേസരി തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് കൂടി ചേർത്തിട്ട് ഇതേപോലെ ഒരു സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് തേച്ച് മിനുസപ്പെടുത്താം. നല്ലതുപോലെ ഒന്ന് അമർത്തി ഇതേപോലെ റെഡിയാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ കേസരി ചൂടൊക്കെ തണഞ്ഞിട്ടുണ്ട്. ചൂട് തണഞ്ഞതിന് ശേഷം ഞാനൊരു കത്തിയോ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് സൈഡുകളൊക്കെ ഒന്ന് വിടർത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു വലിയ ട്രേയിലേക്ക് കമത്തിയതിന് ശേഷം ഇത് മുറിച്ചെടുക്കാൻ പോവുകയാണ്.
മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേസരി തയ്യാറാണ്. അപ്പോൾ കാണുമ്പോൾ മേലെ മാത്രം വെള്ളമായിട്ടാണ് കാണുന്നത്, പക്ഷെ അത് കട്ട് ചെയ്യുമ്പോൾ 3 ലെയറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ 3 ലെയറുള്ള കേസരി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതേപോലത്തെ കളറുകൾ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഇത് നന്നായിട്ട് ചിലവാകുന്നൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇനി ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ പീസിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് പീസാക്കി എടുക്കാവുന്നതാണ്. അതേപോലെ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു കൽത്തപ്പം. നമ്മുടെ നാട്ടുകളിലൊക്കെ പണ്ട് റെസ്റ്റോറൻറ്റുകളൊക്കെ തയ്യാറാക്കിയെടുക്കുന്നൊരു രീതിയിലാണ് ഞാൻ ഇന്നലെ ഒരു കൽത്തപ്പം തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടി ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കേസരി നല്ല, ഞാൻ കുറച്ച് വനില എസൻസ് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഈ കേസരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞങ്ങൾ അയക്കുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പം ഇനിയും നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും.